ചെങ്കോട്ടയിലുണ്ടായ ബോംബ് സ്ഫോടനം നടന്ന് 2 ദിവസം പിന്നിടുമ്പോൾ സംശയങ്ങളും ചോദ്യങ്ങളും ഒരുപാട് ബാക്കിയാകുകയാണ്. ഭീകരരുടെ ലക്ഷ്യമെന്ത്? യഥാർത്ഥ ലക്ഷ്യം ചെങ്കോട്ട തന്നെയായിരുന്നു, അതോ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളായിരുന്നു? സ്ഫോടനത്തിന്റെ രീതി, ഉപയോഗിച്ച വസ്തുക്കൾ, ഭീകരർ എവിടെ നിന്ന് വന്നു, ആരാണ് ഭീകരർ, ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുത്തത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള തിരക്കിലാണ് അന്വേഷണ ഏജൻസികൾ. എന്നാൽ ഇതിനൊക്കെ പുറമെ കുറച്ച് ചോദ്യങ്ങൾ നേരിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 13 വർഷം മുൻപ് നരേന്ദ്രമോദി ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകൊത്തുന്നത്. അന്ന് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ചോദ്യം ചോദിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടും. 2012 അന്നത്തെ പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള മോദിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഭീകരർക്ക് ആയുധം എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ എങ്ങനെയാണ് രാജ്യത്തേക്ക് കടക്കുന്നത്? സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ? അതിർത്തികൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലല്ലേ? പ്രധാനമന്ത്രി മറുപടി പറയൂ എന്നായിരുന്നു അടിക്കടിയുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് മോദി അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ചോദിച്ചത്. കാലം മാറി. ആ ചോദ്യം ചോദിച്ച് 2 വർഷത്തിന് ശേഷം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. ഭീകരാക്രമണങ്ങൾ പിന്നെയും നടന്നു. നരേന്ദ്രമോദി 2014 അധികാരമേറ്റ ശേഷം മാത്രം പത്താൻകോട്ട്, ഉറി, പുൽവാമ അടക്കം നിരവധി ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടന്നു. ഇതോടെ മോദി പണ്ട് ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിക്കാൻ തുടങ്ങി. മോദി അദ്ദേഹത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന തലവാചകത്തോടെ പലരും സമൂഹ മാധ്യമങ്ങളിൽ പഴയ വീഡിയോ പങ്കിടാൻ തുടങ്ങി. ഇക്കഴിഞ്ഞ ഏപ്രിലിലെ പഹൽഗാം ഭീകരാക്രമണത്തോടെയാണ് ഈ ചോദ്യങ്ങളെല്ലാം മോദിക്ക് തിരിച്ചടിയാകാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ രാജ്യത്തിന്റെ മർമ്മപ്രധാന കേന്ദ്രമായ ചെങ്കോട്ടയിലും ഭീകരാക്രമണം നടന്നിരിക്കുന്നു. ചെങ്കോട്ടയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തെ ചൂഴ്ന്ന് ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അന്വേഷണ ഏജൻസികൾ എത്തിയിട്ടുള്ളത് ഇതൊരു ചാവേർ ആക്രമണമല്ല എന്ന നിഗമനത്തിലേക്കാണ്. സ്ഫോടനത്തിന്റെ രീതി, തീവ്രത, സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ചാവേർ ആക്രമണമല്ല ഉണ്ടായത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികളെ എത്തിച്ചത്. ഫരീദാബാദിൽ 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടി മണിക്കൂറുകൾക്കകമായിരുന്നു ചെങ്കോട്ടയിൽ കാർ പൊട്ടിത്തെറിച്ചത്. കാറിൽ നിറയെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഈ സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ടാകുക എന്നുമാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ചെങ്കോട്ടയായിരുന്നില്ല ലക്ഷ്യം വെച്ചത് എന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഫോടക വസ്തുക്കളുമായി പോകുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നുമാണ് മറ്റൊരു വാദം. അപ്പോഴും 3 മണിക്കൂറിലധികം കാറിൽ ഈ ഭീകരർ കാത്തിരുന്നത് എന്തിനെന്ന ചോദ്യമുണ്ട്. ആരുടെയെങ്കിലും സന്ദേശത്തിനായി കാത്തിരുന്നതാണോ എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അഥവാ IED സ്ഫോടനമാണ് നടന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൂർണ്ണ സജ്ജമല്ലാത്ത സ്ഫോടക വസ്തുക്കളാണ് കാറിലിരുന്ന് പൊട്ടിത്തെറിച്ചത് എന്നും അതുകൊണ്ടാകാം തീവ്രത കുറഞ്ഞത് എന്നുമാണ് സംശയം. ഉഗ്ര ശബ്ദത്തോടെയുള്ള വലിയ സ്ഫോടനം തന്നെ ഉണ്ടായിട്ടും റോഡ് കുഴിയാത്തതും സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങളിൽ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കാണാത്തതും അന്വേഷണ ഏജൻസികളിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചത് കൊണ്ടാകാം റോഡ് കുഴിയാത്തത് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അതോടൊപ്പം സ്ഫോടന സ്ഥലത്ത് സാധാരണ കാണാറുള്ളതുപോലെ ലോഹാവശിഷ്ടങ്ങൾ, വയറുകൾ എന്നിവയൊന്നും കണ്ടെത്തിയിട്ടുമില്ല. ഇത് രാസവസ്തുക്കളോ ഇന്ധനങ്ങളോ ഉപയോഗിച്ചാകാം സ്ഫോടക വസ്തുക്കളെ പൊട്ടിത്തെറിപ്പിച്ചത് എന്ന സംശയത്തിലേക്കും നയിക്കുന്നുണ്ട്. IED സ്ഫോടനമാണ് നടന്നത് എങ്കിലും IEDയിലെ വസ്തുക്കൾ കൃത്യമായി സംയോജിപ്പിച്ചിരുന്നില്ല എന്ന് സംശയിക്കുന്നു. അതുകൊണ്ടാകാം സ്ഫോടനത്തിന്റെ ആഘാതം പരിമിതപ്പെട്ടത് എന്നുമാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. അതോടൊപ്പം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾക്ക് അന്വേഷണ ഏജൻസികൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമിക ദൃശ്യങ്ങൾ മുതൽ കാറിന്റെ കൈമാറ്റം വരെ സംശയ നിഴലിലാണ്. ഒപ്പം സ്ഫോടനം ആസൂത്രണം ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും ലക്ഷ്യസ്ഥാനമായിരുന്നോ ഉന്നം വെച്ചത് എന്നീ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരണം. പ്രാഥമികമായുള്ള വിലയിരുത്തൽ പ്രകാരം സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായി സംയോജിപ്പിച്ചിട്ടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ മറ്റെന്തെങ്കിലും ഘടകങ്ങളാൽ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ്. പൊട്ടിത്തെറിച്ച വെളുത്ത നിറത്തിലുള്ള ഹ്യൂണ്ടായി i20 കാർ നേരത്തെ പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. 6ഓളം പേർ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുവെങ്കിലും
ഉടമസ്ഥാവകാശം ഒരാളിൽ തന്നെയായിരുന്നു എന്നത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള HR26CE7674 നമ്പർ കാറാണ് പൊട്ടിത്തെറിച്ചത്. കാറിന്റെ ഉടമസ്ഥത അടിക്കടി മാറി മാറി വന്നതിന് ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. അവസാനമായി വാഹനം ഓടിച്ചയാളെ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവം ഉടമസ്ഥത മാറ്റിക്കൊണ്ടിരുന്നതാണോ എന്നതാണ് സംശയം. അതേസമയം RC ബുക്കിൽ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ എന്നതും സംശയം ജനിപ്പിക്കുന്നു. കാറിന്റെ ആദ്യ ഉടമസ്ഥനായ മുഹമ്മദ് സൽമാന്റെ പേര് തന്നെയാണ് ഇപ്പോഴും RCയിലുള്ളത്. സൽമാനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. സൽമാൻ ഓഖ്ലയിലെ ദേവേന്ദ്രയ്ക്കാണ് കാർ വിറ്റത്. പിന്നെയും പല വിൽപ്പനകൾ നടന്ന കാർ ഒടുവിൽ വാങ്ങിയത് കശ്മീരിലെ പുൽവാമ സ്വദേശി താരിഖായിരുന്നു. ഫരീദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘത്തിന്റെ ഭാഗമാണ് താരിഖ് എന്ന് സംശയിക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്തതിനെ ചൊല്ലിയാണ് മറ്റൊരു സംശയം. പകൽ മുഴുവൻ ഡൽഹിയിൽ പലയിടങ്ങളിലായി കറങ്ങിയ കാർ ഉച്ചകഴിഞ്ഞ് 3:19 ചെങ്കോട്ടയ്ക്കകത്ത് എത്തുന്നത്. ചെങ്കോട്ടയ്ക്കും സുനേരി മസ്ജിദിനും അടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്തു. പിന്നീട് ഇവിടെ നിന്ന് കാർ പുറത്തിറങ്ങിയത് 6:30 ഇത്രയും സമയം, അതായത് 3 മണിക്കൂറിൽ അധികം സമയം ഈ കാറിൽ നിന്ന് ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഇവർ ആരുടെയെങ്കിലും സന്ദേശത്തിനായി കാത്തിരുന്നതാണോ എന്ന സംശയം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ഒരുപക്ഷെ സന്ദേശം ലഭിച്ച ശേഷമായിരിക്കും 6:30 കഴിഞ്ഞ് കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം യഥാർത്ഥ ലക്ഷ്യസ്ഥാനം ഉന്നം വെച്ച് പോകുന്നതിനിടെ കാർ പൊട്ടിത്തെറിച്ചതായിരിക്കുമെന്ന് കരുതേണ്ടി വരും. അതല്ലെങ്കിൽ കാറിലെ സ്ഫോടക വസ്തുക്കൾ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനിടെ ആയിരിക്കാം പൊട്ടിത്തെറിച്ചത് എന്നും സംശയിക്കാം. ഡോക്ടർ ഉമർ നബി എന്നയാളാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്ന് 2900 കിലോ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ടയാളാണ് ഡോക്ടർ ഉമർ നബിയും. ഈ സംഘം പിടിയിലായ ശേഷം ഉമർ ഒളിവിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മൊബൈൽ ഫോൺ പോലും ഓഫ് ചെയ്ത് കുടുംബവുമായി പോലും ബന്ധപ്പെടാതെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉമർ കഴിഞ്ഞത്. കൂട്ടാളികൾ പിടിയിലായതോടെ ഉമർ പരിഭ്രാന്തിയിലായിരുന്നു. ഇതേ തുടർന്ന് നേരത്തെ സൂക്ഷിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നും കാറിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായത് എന്നും സംശയിക്കുന്നുണ്ട്. ചെങ്കോട്ട സ്ഫോടനവും 2019 പുൽവാമ സ്ഫോടനവും തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്ന വിലയിരുത്തലുമുണ്ട്. ചെങ്കോട്ടയിൽ പതിയെ ഓടിക്കൊണ്ടിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിന് പിന്നാലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2019 പുൽവാമയിലും സമാനമായ രീതിയിൽ കാർ സ്ഫോടനമാണ് നടന്നത്. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. പുൽവാമയിൽ മാരുതി ഇക്കോ കാറാണ് സ്ഫോടക വസ്തുക്കളുമായി പൊട്ടിത്തെറിക്കുന്നത്. ചെങ്കോട്ടയിൽ ഹ്യുണ്ടായി i20 കാറും. കാറിന്റെ പിൻഭാഗത്താണ് സ്ഫോടനം നടന്നത് എന്നാണ് കരുതുന്നത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലാണ് അന്വേഷണ ഏജൻസികൾ.